ലോക്സഭ പാസാക്കിയ സംവരണ ബിൽ ഇന്ന് രാജ്യസഭയിലെത്തും. രാജ്യസഭയിലും കാര്യമായ എതിർപ്പുകളില്ലാതെ ബിൽ പാസാക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇന്ന് ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 3 പേർ മാത്രമാണ് ബില്ലിനെ എതിർത്തത്. കെ.പി. അഭിലാഷായിരുന്നു. അഭിലാഷ്, എപ്പോഴാണ് ബില്ലെത്തുക? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗോപികൃഷ്ണൻ, അരമണിക്കൂറിനുള്ളിൽ തന്നെ രാജ്യസഭാ നടപടികൾ ആരംഭിക്കും. ഇന്ന് പ്രധാനമായും മറ്റ് 5 ബില്ലുകൾ കൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്യപ്പെട്ടവയിൽ മുത്തലാഖ് ഉൾപ്പെടെയുള്ള ബില്ലുകളും ഉണ്ട്. മറ്റൊന്ന് ട്രാൻസ്ജെൻഡറുകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ഉപഭോക്തൃ സംരക്ഷണ ബിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്നലെ ലോക്സഭ പാസാക്കിയ പൗരത്വ ബിൽ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പാർലമെന്റിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് മറ്റു രീതികളിൽ ഉൾപ്പെടെ ഇത്തരം ബില്ലുകൾ ടേബിൾ ചെയ്യപ്പെടാവുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തായിരിക്കും സാമ്പത്തിക സംവരണ ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിക്കുക എന്നതിൽ വ്യക്തമായ ഒരു മറുപടി ഇപ്പോൾ നൽകാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം 12 മണിക്കായിരുന്നു ലോക്സഭയിൽ ബിൽ ടേബിൾ ചെയ്തത്. അതുപോലെ തന്നെ സമാനമായ ഒരു സാഹചര്യം ഇന്നും ഉണ്ടാകുമെന്ന തരത്തിലാണ് എംപിമാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. ലോക്സഭയിലേതുപോലെ തന്നെ സമാനമായ ഒരു ചർച്ചയ്ക്കാണ് രാജ്യസഭയിലും ഇന്ന് സാധ്യത കാണുന്നത്. അതായത് BJP ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക സംവരണ ബിൽ ആണ് എന്ന് ഇന്നലെ കോൺഗ്രസും CPM-ഉം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക സംവരണ ബില്ലിനെ വോട്ടെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നു. E.T. മുഹമ്മദ് ബഷീർ ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു ലോക്സഭയിൽ സംസാരിച്ചത്. അദ്ദേഹം പാർലമെന്റിൽ അതിശക്തമായ വിമർശനമാണ് ഈ സാമ്പത്തിക ബിൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ബിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ബില്ലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായി. AIADMK ഇന്നലെ ലോക്സഭയിൽ നിന്ന് വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു. സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇന്ന് രാജ്യസഭയിലും ഉണ്ടാവുക. അതേസമയം BSPയിൽ നിന്ന് ബില്ലിനെ എതിർക്കുന്ന ഒരു സമീപനമാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും മായാവതി ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും രാജ്യസഭയിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്രകാരമാണ്. 89 NDA അംഗങ്ങളാണ് ഇപ്പോൾ രാജ്യസഭയിൽ നിലവിലുള്ളത്. UPA പക്ഷത്താകട്ടെ 117 MP-മാരുണ്ട്. ഇരുപക്ഷത്തും ഇല്ലാത്ത നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്ന 35 MP-മാരുണ്ട്. ഈ MP-മാരുടെ കൂടി പിന്തുണ ലഭിക്കുമ്പോൾ 3-2 ഭൂരിപക്ഷത്തോടു കൂടി തന്നെ രാജ്യസഭയിലും ബില്ല് പാസാക്കിയെടുക്കാൻ സാധിക്കും എന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഭരണകക്ഷിയുള്ളത്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാത്രമായിരിക്കും ഈ വിഷയത്തിൽ ഉയർന്നു വരിക. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി സാമ്പത്തിക ബില്ലിനെ എതിർത്താലും അത് തിരിച്ചടിയാകുമെന്ന ഒരു നിരീക്ഷണമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ മൃദു ഹിന്ദുത്വ സമീപനവുമായാണ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രജപുത്ര, മറാത്ത, ജാട്ട് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്ന സാഹചര്യത്തെ തള്ളിക്കളയാൻ UPA-യോ കോൺഗ്രസോ തയ്യാറാകില്ല എന്ന നിരീക്ഷണമാണ് ഇപ്പോഴുള്ളത്. കെ.പി. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.